അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാധാരണയായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അതെ, ഏതാനും മണിക്കൂറുകൾക്കകം തൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ ഉറ്റവരെ കാണാമല്ലോ എന്നുള്ള ആ ആഗ്രഹങ്ങൾ. അതെ, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആ ഒരു സമ്മാനങ്ങൾ അത് നൽകുമ്പോൾ അവരുടെ സന്തോഷം. അല്ലാ, നമ്മുടെ സഫീറിന് അവൻ്റെ സ്ഥിതി അതല്ലായിരുന്നു. റബ്ബേ, ഞാനൊരു കേസിൽ അകപ്പെട്ടു പോയതാണ്. ആ ഒരു കേസിനാണ് ഞാൻ പോകുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ സന്തോഷ നിമിഷത്തിലേക്കല്ല. അവൻ ആ യാത്രയിലുടനീളം ഓരോന്ന് ആലോചിച്ചു. ആഷി അവനെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, സഫീർ, എന്ത് ഇത്ര ടെൻഷനാവാനേ, എന്തിത്ര ആലോചിക്കുന്നത്? ആഷി, ഞാൻ ഒന്നുമില്ലടാ, എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയതാണ്. അതെ, പ്രാരാബ്ദങ്ങളൊന്നുമില്ല, ജീവിതത്തിലേക്ക് ശരിക്കും കടന്നിട്ടുമില്ല. എന്നാൽ അതിനു മുമ്പ് തന്നെ എനിക്ക് സാറില്ലടാ. അള്ളാഹു പടച്ച റബ്ബുണ്ടല്ലോ, നമ്മൾ പഠിക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനാണ്, പടച്ച റബ്ബിൻ്റെ ദീനാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ വേറൊന്നുമല്ല, അല്ലേ? എല്ലാം തവക്കൽത്തു അലല്ല, അള്ളാഹുവിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക. പടച്ച റബ്ബ് തീരുമാനിക്കും എല്ലാം. ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പടച്ച റബ്ബുണ്ടല്ലോ, നമുക്ക് അള്ളണ്ടേ, പിന്നെ എന്താ പേടിക്കാൻ? പിന്നെ മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരക എന്നൊക്കെ പറയണല്ലോ, അതും ശരി തന്നെയാണ്. ഒരു പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നീടൊരിക്കൽ നല്ലൊരു ജീവിതം നമുക്കുണ്ടായിത്തീരും. വിഷമിക്കണ്ട, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങളുണ്ടാവും, ഞാൻ ഉണ്ടാവും നിൻ്റെ കൂടെ കേട്ടോ. സാരല്ല. സഫീർ ഓരോ ആലോചനയിലാണ്. ആഷി, എനിക്ക് വീട്ടിലേക്ക് പോകാനാണ് ആഗ്രഹം. എൻ്റെ ഉമ്മയെ കാണണം, ഉമ്മയെ കെട്ടിപ്പിടിച്ചെന്ന് കരയണം. പക്ഷേ ആരും എന്നെ പരിഗണിക്കൂല. ഞാനൊരു തെറ്റുകാരനല്ലേ അവരുടെ മുമ്പിൽ. ഞാൻ ചെയ്ത തെറ്റ് ആഷി എന്താണെന്നറിയോ? അതെ, പാവം ഹാദിയെ, അവളെ ഒന്ന് എൻ്റെ ഫ്രണ്ട് കൗൺസിലറെ, ആ ഡോക്ടറെ ഒന്ന് കാണിച്ചു. കാരണം അവൾ വീണ്ടും ഒരു രോഗിയായി മാറരുത്, അവൾക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിയിട്ട് തന്നെ. പക്ഷെ അവൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതവരറിഞ്ഞ് അതോടുകൂടി പ്രശ്നമായി. സത്യമായിട്ടും ഒരാളും ബുദ്ധിമുട്ടരുത് ഞാൻ ആഗ്രഹിച്ചിട്ടാണ്. എന്നാൽ ആഷി ഒരു നിമിഷം സഫീറിനോട് പറഞ്ഞു, സഫീർ, നീ ഒരാളെ രക്ഷിച്ചതല്ലേ, അല്ലാതെ ഒരാളെ ഉപദ്രവിച്ചതല്ലല്ലോ. അതിനുള്ള പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകും. അങ്ങനെ അതാ അവർ എയർപോർട്ടിലേക്കുള്ള ആ ഒരു യാത്രയിൽ സഫീർ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ആഷി ആശ്വസിപ്പിക്കുന്നു. അതെ, നാട്ടിലേക്ക് കയറി ചെന്നാൽ എന്നെ പ്രതീക്ഷിക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല, എനിക്കറിയാം. എന്നാൽ ആഷിയും വരുന്ന വിവരം വീട്ടിൽ അറിയിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ വരുന്ന വിവരം വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കോളേജിൽ ഉസ്താദുമാർ, എൻ്റെ പെങ്ങൾ, എല്ലാവരും വരും, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എൻ്റെ ആളുകളെല്ലാം വരുമ്പോൾ സഫീറിൻ്റെ ആളുകൾ ആരുമില്ലാഞ്ഞാൽ ഒരുപക്ഷെ അവന് സങ്കടമാകും എന്ന് കരുതിയത് കൊണ്ട് തന്നെ ആഷി അവനോട് പറയുകയായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഫീർ, നിനക്ക് ആരുമില്ലെങ്കിൽ എനിക്കും ആരുമില്ല. അത് നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയുണ്ട്, അങ്ങനെ പോരെ? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. പെട്ടെന്ന് സഫീർ പറഞ്ഞു, വിളിക്കണം, എനിക്ക് അതെങ്കിലും ഒന്ന് കണ്ട് ആശ്വസിക്കാലോ. അതെ ആഷി, ആഷിയുടെ ഫ്രണ്ട്സുകളെയും ആഷിയുടെ വീട്ടുകാരെയൊക്കെ വിളിക്കണം. എനിക്ക് അത് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. ഞാനും നീയും ഒരുപോലെ ആവരുത് ആഷി. എനിക്ക് കുടുംബമുണ്ട്, പക്ഷേ എന്നോട് ആർക്കും ഒരു സ്നേഹമില്ല. പക്ഷേ ആഷിക്ക് നല്ല സ്നേഹമുള്ള കുടുംബം, സ്നേഹമുള്ള കൂട്ടുകാരൊക്കെയുണ്ട്. ആഷി, എനിക്കുണ്ട് കൂട്ടുകാർ, നല്ല നല്ല കൂട്ടുകാർ. അതെ, നമ്മുടെ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ, അത് ഈജിപ്തിലെ ഇഷ്ടം പോലെയുണ്ട് സ്നേഹമുള്ള ഒരുപാട് ആളുകൾ. സത്യമായിട്ടും അവർക്ക് ഞാൻ കുറഞ്ഞ ദിവസം കൊണ്ട് ആരൊക്കെ ആയി മാറി, അല്ലേ ആഷി? അതേടാ, അവിടെയൊക്കെ സ്നേഹമുള്ളവരാണ്. പിന്നെ ഇൽമ പഠിക്കാൻ വരുന്നവരല്ലേ, അറിവ് നേടാൻ വരുന്നവരല്ലേ. ആരുടെ മനസ്സിലും കുശുമ്പും കുന്നായ്മയും ഒന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല ക്ലിയറായിട്ട് വേണം നമ്മൾ ഒരു പഠനത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും നീ വിഷമിക്കണ്ട, നിനക്കുണ്ടല്ലോ ഇഷ്ടം പോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാവരും ഉണ്ടാകും.
ആശി, ഞാൻ പറയുന്നത് കേൾക്കണം, വീട്ടുകാരെ അറിയിക്കണം. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. നിനക്ക് വിഷമാവോ? ഇല്ല, എനിക്ക് സന്തോഷമായിരിക്കും. അപ്പോൾ തന്നെ ആഷി ഉസ്താദ് നേരെ ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മ, ഉമ്മ. ഐഷു ആണ് ഓടി വന്ന്. ഇതാ ഉമ്മ, ഫോൺ ബെല്ലടിക്കുന്നു. ആരാ നോക്കുമോളെ? അല്ലാ, ഇക്കാക്കാൻ്റെ നമ്പർ. ഹലോ, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുല്ലാ. എവിടെ ഇക്കാൻ്റെ കുട്ടി? എവിടെ? ഇവിടെ ഉണ്ട് ഇക്കാ. അല്ല, എന്താ വരും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നില്ലല്ലേ? ഞാൻ മിണ്ടൂല കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ഇക്കയോടൊക്കെ വരും, എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞിരുന്നു വരും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇക്ക, ഒരു സങ്കടകരമായ ഒരു കാര്യമുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഇക്കത് അറിഞ്ഞിട്ടുണ്ടോ? എനിക്കത് അറിഞ്ഞതിന് ശേഷം ഭയങ്കര ടെൻഷനാണ്. സാരല്ലിക്ക, നിങ്ങൾ പ്രാർത്ഥിക്കിട്ടോ. എന്താ മോളെ? ഒന്നുമില്ലക്ക, ആദ്യയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? പാവാണ്. ആക്സിഡൻറ്റിൽ കയ്യിനും കാലിനൊക്കെ നല്ല പരിക്കുണ്ടായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലാണ്, അനസ്തേഷ്യ വീട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സാരില്ലിക്ക, നിങ്ങൾ ദുആ ചെയ്യട്ടോ. അല്ലാ. അത് കേട്ടപ്പോൾ ആശയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ്റെ നിമിഷം വിചാരിച്ചു, അന്ന് തന്നെ അവളുടെ ഉപ്പ എന്നെ വിവാഹം കഴിക്കുവാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവളെ സ്വീകരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ കരുതി 4 വർഷത്തെ പഠനം അത് കഴിഞ്ഞിട്ടൊക്കെ അപ്പോത്തിന് അവർക്ക് നേരെ ലേറ്റ് ആകുകയാണെങ്കിൽ എന്നെ കൊണ്ട് ആരും ബുദ്ധിമുട്ടല്ലോ എന്ന് കരുതി. എന്താ അറിയില്ല. ശരിക്കും ആശി നല്ല രീതിയിൽ സങ്കടപ്പെട്ടു. ഹാദിയക്ക് നല്ല രീതിയിൽ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പെങ്ങളും പറഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നു അവൻക്ക്. റബ്ബേ, അവളുടെ വേദന നീ കുറച്ച് കൊടുക്കല്ല. ജീവിതത്തിൽ ചില ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിൽ പെട്ടതാണ് ഹാദിയെന്ന് തോന്നുന്നു. പഠിച്ചോനെ. ആ അല്ലി കാക്ക, എന്തൊന്നും മിണ്ടാത്തത്? എന്ന് വരുന്നില്ലേ? മോളെ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആണോ? സത്യമായിട്ടും? അതെടി, ഞാൻ വരികയാണ്. എടോ ഉമ്മ എവിടെ കൊടുത്ത്? ഉമ്മ, നേരെ ഫോണുമായി അവൾ ഉമ്മയുടെ. എന്താ കുട്ടിയെ ഇങ്ങനെ ഈ ഫോണും കൊണ്ടുപോകുന്ന ഓടണേനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഓടിച്ചാടി കളിക്കരുത്, കുറച്ചൊക്കെ ഒരു ഇത് വേണമെന്നൊക്കെ. എന്താ എപ്പോഴും കിള്ളക്കുട്ടിയാന്ന് വിചാരം. എൻ്റെ ഉമ്മ ഇങ്ങോട്ട് നോക്കി, ഇക്കാക്ക വരുന്നുണ്ട്. എൻ്റെ റബ്ബേ, തന്നെ ഈ കുട്ടി ഇത് സത്യം? ആ ഉമ്മ, ഇത് നോക്കി. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. ഉമ്മ, വലൈക്കും അസ്സലാം. എൻ്റെ ഉമ്മ, ഞാൻ പോരാണ് കേട്ടോ. അല്ലാ, എൻ്റെ കുട്ടിയെ, ഇതെന്തൊരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? ഉമ്മ, മുന്നറിയിപ്പല്ലേ, ഞങ്ങൾ ഫ്ലൈറ്റിനൊന്നും കയറിയിട്ടില്ല. ഞങ്ങളോ? അപ്പോൾ അതെ ഉമ്മ, എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലേക്കായിരിക്കും കേട്ടോ ഓന് വരിക. എന്തായാലും വേണ്ടിയില്ല, ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരി. അല്ല, എന്തേ കുട്ടി 2 ദിവസം മുമ്പൊന്ന് പറഞ്ഞിക്കണേ എന്തെങ്കിലുമൊക്കെ പലഹാരം എന്തൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ. അതൊന്നും സാരല്ലമ്മ, ഏകദേശം 1 മാസത്തോളം അവിടെ ഉണ്ടാവുമല്ലോ. ഈ 1 മാസം എനിക്ക് വെക്കേഷനാണ്, അപ്പോൾ കഴിക്കാലോ. ആയിക്കോട്ടെ മോനെ, ഇപ്പോഴും പോരിട്ടോ. അല്ല, എപ്പോഴും മോനെ ഫ്ലൈറ്റ് ഇറങ്ങുക? അത് ഞങ്ങൾ 5:30 ഇറങ്ങും സുബഹിക്ക് കേട്ടോ. അവിടത്തെ 5:30 സുബഹിൻ്റെ ടൈമിന് ഞങ്ങൾ ഇറങ്ങും. ആയിക്കോട്ടെ മോനെ. അല്ല, അപ്പോൾ തന്നെ അതാ നേരെ ഉമ്മ ഉപ്പയോട് കാര്യം പറയുന്നു. അത് പിന്നെ ഉണ്ടല്ലോ, മോന് വരുന്നുണ്ട്. ആശയോ? ആ, ഓൻ വരുന്നു പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഇല്ലാതായിട്ട് വരുന്നല്ലോ. അതെ, വരുന്നുണ്ട്. അല്ല, ഓൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? എന്നാൽ അതും അവനെ അറിയിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ നമ്മൾ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ അപ്പോഴേക്കും ഐഷു ഹബീബ് ഉസ്താദിനെ വിളിച്ചു. ഇക്ക, അസ്സലാമു അലൈക്കും. എന്താ പെണ്ണെ? വലൈക്കും അസ്സലാം. ഇത്രയധികം തുള്ളി കളിച്ചുകൊണ്ടെന്താ? ഇക്ക, ആഷിക്ക വരുന്നുണ്ട്. ആണോ? മാഷാ അല്ലാ. എപ്പോഴും വരുന്നേടി? അത് പുറപ്പെട്ടിട്ടുണ്ട്. സുബഹിക്ക് 5:30 എത്തുന്നാ പറഞ്ഞത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ഹബീബ് ഉസ്താദിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു. ആഷി, ഹലോ, അസ്സലാമു അലൈക്കും. അറിഞ്ഞു. എപ്പോഴാ ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. അത് 5:30 ലാൻഡ് ചെയ്യും സുബൈക്ക്. അപ്പോൾ എല്ലാവരും കൂട്ടി വരിട്ടോ. ഇൻഷാ അല്ലാ, തീർച്ചയായും. ഹോ, അങ്ങനെ എന്താ അപ്പോഴേക്കും ഫ്രണ്ട്സുകളുടെ ഇടയിൽ അതെല്ലാം സ്പ്രെഡായി. ഉസ്താദുമാർക്കെല്ലാം സന്തോഷം. മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദുഃഖമുണ്ട്. കാരണം ഹാദിയുടെ ആ ഒരു വാർത്ത അറിയുമ്പോൾ അത് എന്തൊക്കെ തന്നെയാലും ടെൻഷനാവും എന്ന് കരുതി.
അങ്ങനെ അതാ അവർ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ആഷി ഉസ്താദ് സഫീറിനോട് പറഞ്ഞു, സഫീർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിന്നെ സ്വീകരിക്കാൻ അവിടെ എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഒരിക്കലും കുടുംബങ്ങൾ മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ ബന്ധമെന്ന് നമ്മൾ വിചാരിക്കരുത്. സ്നേഹമുള്ള ഒരു പിടി സുഹൃത്തുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെക്കാളും ഒന്നും ഒരിക്കലും കവച്ചു വെക്കാൻ കഴിയില്ല. ഏതൊരു കൂടപ്പിറപ്പിനായാലും ഏതൊരു ബന്ധുക്കൾക്കായാലും. അതെ, ഒരു ഉമ്മ പെറ്റ മക്കളില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവർ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് പറന്നുയരുന്നതിന് മുമ്പായിട്ട് ആഷി ഉസ്താദ് അവനോട് പറഞ്ഞു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. അത് ചൊല്ലാൻ മറക്കണ്ട കേട്ടോ. സഫീറും അത് ചൊല്ലി. അങ്ങനെ അതാ ഈജിപ്തിൽ നിന്നും ഫ്ലൈറ്റ് പറന്നുയർന്നു. അത് നിലം വിട്ട് കൊണ്ടിരിക്കുമ്പോൾ സഫീർ താഴേക്ക് നോക്കി. അതെ, തൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഫ്രണ്ട്സുകൾ, തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം വളരെയധികം താഴേക്ക് പോകുന്നത് പോലെ അവനക്ക് തോന്നിയപ്പോൾ അവൻ്റെ ഹൃദയമൊന്ന് പിടച്ചു. നാട്ടിൽ നിന്ന് കയറുമ്പോൾ ഇത്രയധികം വിഷമമുണ്ടായിരുന്നില്ല. പക്ഷേ ഈജിപ്തിൽ നിന്ന് തിരിച്ചു കയറുമ്പോൾ മനസ്സ് വല്ലാതെ വെമ്പുന്നുണ്ടായിരുന്നു. അവൻ താഴേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ അതാ ആ ബിൽഡിങ്ങുകൾ പതുക്കെ പതുക്കെ അങ്ങ് മറഞ്ഞു. മരുഭൂമിയുടെ ആ ഒരു വെറും മണൽത്തിട്ടകൾ കണ്ടുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതും മാഞ്ഞു. വെറും നീലാകാശം മാത്രം. അതെ, താഴെയും മുകളിലും എങ്ങോട്ട് നോക്കിയാലും വെറും നീലയും വെള്ളവും ആകാശം മാത്രം. എല്ലാവരും ഫ്ലൈറ്റിൽ മയക്കത്തിലേക്ക് അതാ വഴുതി വീണിട്ടുണ്ട്. ജസ്റ്റ് അവനൊന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. തിരിച്ചു വരുമ്പോഴേക്കും എല്ലാവരും നല്ല മയക്കത്തിൽ. എത്ര സുഖസുന്ദരമായിട്ടാണല്ലേ എല്ലാവരും ഫ്ലൈറ്റ് യാത്രയിൽ. അതെ, എല്ലാവരും നാട്ടിലേക്ക് എത്താനുള്ള സന്തോഷത്തിലായിരിക്കും. നാട്ടിലെത്തി അത് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട കൂടപ്പിറപ്പിയങ്ങൾ നല്ല രീതിയിൽ അവർ സ്വീകരിക്കും. പക്ഷേ എനിക്ക് ആരാ റബ്ബേ. അവൻ എല്ലാവരുടെയും മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. എയർ ഹോസ്റ്റസ് അവനോട് ചോദിച്ചു, പ്ലീസ് എക്സ്ക്യൂസ് മീ സർ, വാട്ട്സ് പ്രോബ്ലം? നോ പ്രോബ്ലം. പ്ലീസ് വാട്ടർ? നോ താങ്ക്സ്. അവൻ അവിടെ വന്നിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ആ എയർ ഹോസ്റ്റസ് ശ്രദ്ധിച്ചോ എന്തോ അറിയില്ല. അവന് മാത്രം അവൾ ശ്രദ്ധിച്ചു നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. അവൻ്റെ കണ്ണുനീർ കാണാതിരിക്കുവാൻ വേണ്ടി പരമാവധി അത് മറക്കുന്നുണ്ട് അവൻ. എന്നാൽ ആഷി നല്ല ഉറക്കിലാണ്. ഉറങ്ങിക്കോട്ടെ, സമാധാനമുള്ളവർക്ക് ഉറക്കമുണ്ടാവുമല്ലോ. ആയിക്കോട്ടെ റബ്ബേ. ഇന്നൊരു പക്ഷേ ഞാൻ ഫ്ലൈറ്റിൽ നാളെ ഈ സമയമാകുമ്പോഴേക്കും ഒരു പക്ഷേ ഞാൻ വേണ്ട, എന്തിനാ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചതല്ലേ, സാരല്ല. ആഷി പറഞ്ഞ പോലെ തവക്കൽതു അലല്ലാഹ്. അവൻ ഉറങ്ങുന്നില്ല. അതെ, ആ ഫ്ലൈറ്റിൽ 2 എയർ ഹോസ്റ്റസ്മാർ ആ ഭാഗത്തായിട്ട് നിൽക്കുന്നു. എന്നാൽ അതിൽ ഒരുത്തി ഇവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കരയുന്ന ഒരു യുവാവ്, അതും ചെറുപ്പക്കാരനായ സുന്ദരനായ യുവാവ്. ഇത്രമാത്രം ടെൻഷനാവുന്നതിൻ്റെ കാരണം എന്താണെന്നറിയുവാൻ അവളിലും വല്ലാത്തൊരു ആദ്യം തോന്നി. പ്ലീസ് സർ, പ്ലീസ്, ബട്ട് എനി പ്രോബ്ലം? നോ പ്രോബ്ലം. വാട്ട്സ് ക്രൈയിങ് യുവർ ടെൻഷൻ? നോ. അല്ലെങ്കിലും തൻ്റെ വിഷമങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടെന്താ, അവരെന്തെങ്കിലും ആവശ്യം ആണോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും പാതി മയക്കത്തിലാവുമ്പോൾ ഒരാൾ മാത്രം കരയുന്ന ആ ഒരു രംഗം അത് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ അവർ ചോദിച്ചത്. അങ്ങനെ അതാ ഒരുപാട് സമയത്തിന് ശേഷം അറിയാതെ സഫീറും ആ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. ഹായ് ലേഡീസ് ആൻഡ് ജെന്റ്മാൻ, പ്ലീസ് സ്വീറ്റ് ബെൽറ്റ്. എടാ ഡാ. തന്നെ തട്ടി വിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ടാണ് ഒരു നിമിഷം സഫീർ കണ്ണു തുറന്നത്. എടാ സഫീറെ, നാടെത്തി കഴിഞ്ഞടാ. ദാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണ്, സീറ്റ് ബെൽറ്റ് ഇടിയേക്കാ. ഒരു നിമിഷം ആ ഒരു സ്വപ്നലോകത്തിൽ നിന്ന് അവൻ ഞെട്ടി ഉണർന്നു. റബ്ബേ, എന്താ നീ ഒരുപാട് ലേറ്റ് ആയിട്ടാണോ കിടന്നത്? അത് എനിക്ക് ഉറക്കൊന്നും വന്നില്ല, സാരല്ല, ബെൽറ്റ് ഇട്. എന്നാൽ അപ്പോഴേക്കും ആ എയർ ഹോസ്റ്റസ് വന്നിട്ട് അവൻ്റെ അടുത്ത് വന്നു. പ്ലീസ് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് അതാ സഫീറിൻ്റെ ബെൽറ്റ്
അവൾ തന്നെ ഇട്ടുകൊടുക്കുന്നു. ഓക്കെ, എല്ലാവരെയും ചെക്ക് ചെയ്തു. ഇടാത്തവരിത് ഇട്ടുകൊടുത്തു. അങ്ങനെ ഒരു നിമിഷം അവൻ വിചാരിച്ചു, റബ്ബേ, ഇവർക്കൊക്കെ എന്തൊരു സ്നേഹമാണ് എന്നോട്. സ്നേഹമില്ലാത്ത എൻ്റെ വീട്ടുകാർക്ക് മാത്രമാണല്ലോ. അവന് വീണ്ടും കണ്ണുനീർ തുള്ളികൾ കണ്ണിൽ നിന്ന് പൊടിഞ്ഞു. വീണ്ടും അനൗൺസ്മെൻറ്റ്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർ സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഏതാനും നിമിഷങ്ങൾക്കകം അത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമ്മുടെ യാത്ര സുരക്ഷിതമായി എത്തിച്ചേരാൻ സീറ്റ് ബെൽറ്റ് നിങ്ങൾ ധരിക്കുക. അനൗൺസ്മെൻറ്റുകൾ പല ഭാഷയിലും അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അല്ലാ, നാട്ടിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ കാളലാണല്ലോ. പഠിച്ചവനെ തവക്കൽത്തു അല്ലല്ലോ. സഫീർ രണ്ടും കൽപ്പിച്ചു. അതെ, ഒടുവിൽ അതാ ഫ്ലൈറ്റ് താഴ്ന്നു പറക്കുവാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അത് ലാൻഡിംഗ് ഏരിയയിലേക്ക്. ഫ്ലൈറ്റ് താഴ്ന്നു വന്നപ്പോൾ പുലർച്ചെ കണ്ട ആ ഒരു ലൈറ്റുകൾ, തോരണങ്ങൾ ഒരുപാട് മാല പോലെ കെട്ടിവെച്ചതുപോലെ. ശരിക്കും അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ, സന്തോഷത്തോടെ, വളരെയധികം ഹാപ്പിനെസ്സോടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ സന്തോഷത്തിലാണ്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം, ആഘോഷം എല്ലാം. എന്നാൽ എൻ്റെ മുഖത്ത് മാത്രമാണോ അല്ലാ ഇത്രയധികം ടെൻഷന്? എൻ്റെ മനസ്സിൽ മാത്രമാണോ? അവൻ വിചാരിച്ചു. എല്ലാവരുടെയും മുഖം കണ്ടോ, എല്ലാവരും ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, റേഞ്ച് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ അതാ ഫ്ലൈറ്റ് ഇറങ്ങി റൺവേയിലേക്ക് ഒരൊറ്റ ചാട്ടം, ഒരൊറ്റ കുലുങ്ങൽ. പിന്നീട് അങ്ങോട്ട് വളരെയധികം സ്പീഡിൽ അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതെ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നു. എല്ലാവരും പെട്ടിയും ബാഗുമെല്ലാം അതാ ഡിക്കിയിൽ നിന്നെല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാനുള്ള തിരക്കിൽ. ഒരു നിമിഷം സഫീർ ആ സീറ്റിൽ തന്നെ ഇരുന്നു. ധൃതിയിൽ എല്ലാവരും യാത്ര കഴിഞ്ഞു പോകുമ്പോൾ എയറോസ്റ്റസ് അവർക്കെല്ലാം താങ്ക്സ് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സഫീറിന് ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുവാൻ തോന്നില്ല. മനമില്ല മനസ്സോടുകൂടെ ആഷി അവൻ്റെ കൈ പിടിച്ചു. സഫീർ, എണീക്കടാ. അവൻ എഴുന്നേറ്റു. ആഷിയുടെ പിന്നാലെയായിട്ട് അവനും നടന്നു, അവൻ്റെ കയ്യിലുള്ള ആ ബാഗ് പിടിച്ചുകൊണ്ട്. പോകുമ്പോൾ എയറോസ്റ്റസ് തന്നോടായിട്ട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, എനി പ്രോബ്ലം? നോ പ്രോബ്ലം, താങ്ക് യു. പതിഞ്ഞ സ്വരത്തിൽ അവനും പറഞ്ഞു, വെൽക്കം. അവൻ അവരുടെ മുഖത്തേക്കൊന്നും നോക്കിയില്ല. എങ്കിലും തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരെന്ന് തോന്നുന്നു. അവൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അതവർ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അങ്ങനെ അതാ അവർ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നു. അതിനു മുമ്പുള്ള ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നു. ലഗേജുകൾ കിട്ടുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓരോരുത്തർ ട്രോളിയിൽ ലഗേജുകൾ കിട്ടിയതെല്ലാം കൊണ്ട് സന്തോഷത്തോടെ തൻ്റെ പ്രിയപ്പെട്ടവരെ കാണുവാൻ വേണ്ടിയിട്ട് എയർപോർട്ടിന് പുറത്തേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും ആകാംക്ഷയോടെ അത് കാത്തിരിക്കുന്നു. അപ്പോഴേക്കും അത് നമ്മുടെ ഹബീബ് ഉസ്താദും ഷെഫീഖ് ഉസ്താദും ആഷിയുടെ കുടുംബങ്ങളും എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെ എയർപോർട്ടിലേക്ക് അവരെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്. ഒരു നിമിഷം ഉമ്മ പറഞ്ഞു, അതെ, ആഷി പറഞ്ഞിരുന്നു ഓൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന്, നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം അവരെ കേട്ടോ. നമുക്ക് സന്തോഷമേ ഉള്ളൂ. അവർ രണ്ടുപേരെയും സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അവർ എയർപോർട്ടിൽ കാത്തിരുന്നു. ട്രോളി തള്ളിക്കൊണ്ട് അതാ ആഷി മുന്നിലും സഫീർ പിന്നിലുമായി നടന്നു വരുന്നു. സന്തോഷത്തോടെ അവരെ സ്വീകരിക്കാൻ അതാ സ്വാലിഹ്യങ്ങളായ നല്ലൊരു ആൾക്കൂട്ടം തന്നെ അവിടെയുണ്ട്. സ്നേഹത്തോടെ അവരെയെല്ലാം കണ്ട് സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അതെ, സഫീറിനെ സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ തന്നെ അവരെല്ലാവരും സ്വീകരിച്ചു. ആ ഉമ്മയും ഉപ്പയും സ്വന്തം മോനെ പോലെ തന്നെ. മോനെ വാ, വരി, അല്ലാ. അപ്പോഴേക്കും അവരുടെ കെട്ടിപ്പിടിക്കലും ചുംബിക്കലും സലാം പറയലും എല്ലാം കഴിഞ്ഞു. 2 കാറുകളിലായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. സന്തോഷത്തോടെ ആഷി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് അവരെല്ലാം കാറിൽ കയറി യാത്രയാകുമ്പോൾ സഫീറിൻ്റെ മനസ്സ് ഒരു നിമിഷം വിതുമ്പിപ്പോയി. അല്ലാ. പക്ഷേ സ്വന്തം ബന്ധുക്കളുടെ സ്നേഹത്തേക്കാൾ സുഹൃത്തുക്കളുടെ സ്നേഹം അത്രമാത്രം വലുതാണെന്ന് ആ നിമിഷം അത് സഫീർ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായി തീരും അവരുടെ കാര്യങ്ങളെല്ലാം, നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. എന്നാൽ പെട്ടെന്ന് ആഷി ഉസ്താദ് പറഞ്ഞു,
വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. അതെ, ഹാദിയുടെ അടുത്തേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.